ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു യുദ്ധമുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്ന് അന്താരാഷ്ട്ര സാഹചര്യങ്ങൾ, അതുപോലെ തന്നെ വിദേശ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ പഠിക്കുകയും അതിനെക്കുറിച്ച് നിരീക്ഷണം നടത്തുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു യുദ്ധമുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്നാണ്. അമേരിക്കയും ഇറാനും തമ്മിൽ യുദ്ധമുണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ സെയിം ടൈമിൽ തന്നെ അത് ഇറാനും ഇസ്രായേലും തമ്മിലാണ്. കാരണം സ്വാഭാവികമാണ്, ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരു യുദ്ധമുണ്ടായാൽ അവിടെ അമേരിക്ക ഇടപെടും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം അമേരിക്കയുടെ ഏറ്റവും വലിയ വിശ്വസ്തനായ സഖ്യകക്ഷിയാണ് ഇസ്രായേൽ. പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക് ഒട്ടേറെ താല്പര്യങ്ങളുണ്ട് എന്ന് പറയപ്പെടുന്ന മിഡിൽ ഈസ്റ്റിൽ ഒരേ ഒരു വിശ്വസ്ത അവരുടെ സഖ്യകക്ഷിയാണ് ഇസ്രായേൽ. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേലിന് എന്ത് സംഭവിച്ചാലും അമേരിക്ക ഇടപെടും എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അതോടൊപ്പം തന്നെ ഇസ്രായേൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളോടും അവർക്ക് യോജിപ്പില്ല. ഒരു വഴിക്ക് അവർ അക്രമത്തിൻ്റെ പാത സ്വീകരിക്കുമ്പോൾ മറ്റൊരു വഴിയിലൂടെ സംയമനത്തിൻ്റെ പാതയും അമേരിക്ക സ്വീകരിക്കും. അതാണ് അമേരിക്കയുടെ ഒരു ശൈലിയായി എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നാൽ ഇസ്രായേലിന് സംയമനത്തിൻ്റെ പാതയില്ല, അടിച്ചു തകർക്കുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ഒരു രീതി. അപ്പോൾ അതാണ് നമ്മൾ കണ്ടുവരുന്നത് ഇപ്പോൾ കഴിഞ്ഞ 6-8 മാസങ്ങളോളമായിട്ട്. പക്ഷെ ഇപ്പോൾ പ്രശ്നം തങ്ങളുടെ എതിരാളികൾക്ക് പരിണാമം സംഭവിച്ചിരിക്കുന്നു. എതിരാളികൾ പഴയ എതിരാളികൾ, പഴയ കൊച്ചിയല്ല എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ എതിരാളികളായിട്ടുള്ള ഹമാസ് ആണെങ്കിലും ഹിസ്ബുള്ള ആണെങ്കിലും ഹൂത്തികളാണെങ്കിലും അതുപോലെ തന്നെ ഇറാൻ, അവർക്കൊക്കെ നിരവധിയായ സഹായങ്ങൾ ചെയ്യുന്ന അവരുടെ ബോസ് എന്ന് വിളിക്കുന്ന ഇറാൻ ആണെങ്കിലും ഒന്നും പഴയ ഒരു സെറ്റപ്പ് അല്ല അവർക്കുള്ളത്. അവരുടെ നിരവധിയായിട്ടുള്ള കാര്യങ്ങളിൽ മാറ്റം വന്നിരിക്കുന്നു. ഇപ്പോൾ തന്നെ പറയുന്ന ഏറ്റവും പുതിയതായി വരുന്ന വാർത്ത പ്രകാരം റഷ്യക്ക് യുക്രൈനുമായി യുദ്ധം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹ്രസ്വദൂര മിസൈലുകൾ ഇറാൻ റഷ്യക്ക് വിറ്റു എന്നാണ്, വിൽപ്പന നടത്തി എന്നുള്ളതാണ്. അപ്പോൾ അത് അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് എതിരാണ്. അതിൻ്റെ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. പക്ഷേ അതിപ്പോൾ അമേരിക്കയൊക്കെ രൂക്ഷമായ വിമർശനം അതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിട്ടുണ്ട്. അങ്ങനെ കൊടുക്കാൻ പാടില്ലെന്ന്, റഷ്യക്ക് കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. കാരണം നിരവധിയായിട്ടുള്ള ഉപരോധങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി നേരിടുന്ന ഒരു രാജ്യമാണ് ഇറാന് പണ്ട് മുതലേ അമേരിക്കയുമായി എന്നും വെല്ലുവിളിച്ച് നിൽക്കുന്ന ഒരു രാജ്യമാണ്. അവർക്ക് നിരവധിയായിട്ടുള്ള ഉപരോധങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം പെട്രോൾ ലഭിക്കുന്ന ഒരു രാജ്യമായിട്ട് പോലും അവരുടെ പെട്രോൾ വേണ്ട രീതിയിൽ അവർക്ക് വിൽപ്പന നടത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട്. പെട്രോളിന് ഏറ്റവും വില കുറവുള്ള രാജ്യങ്ങളിലൊന്നുമാണ് ഇറാൻ. ഏറ്റവും ചീപ്പാണ് അവിടെ ഇറാനിൽ പെട്രോൾ. അത്രയധികം പെട്രോൾ അവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എന്നാൽ ആ ഉൽപ്പാദിപ്പിക്കുന്ന പെട്രോൾ മുഴുവൻ അന്താരാഷ്ട്ര വിപണിയിൽ കൃത്യമായി വിൽക്കാൻ അവർക്ക് ഈ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വെച്ചിട്ടുള്ള ഒരു ഉപരോധം മൂലം കഴിയുന്നില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇന്ത്യയും റഷ്യയും ഒക്കെയാണ് പ്രധാനമായും അവരിൽ നിന്ന് പെട്രോൾ വാങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും പഴയ സാഹചര്യമല്ല മധ്യേഷ്യയിൽ ഉണ്ടാകുന്നത്. മധ്യേഷ്യയിൽ എതിരാളികൾക്ക് ശക്തി കൂടിയപ്പോൾ മുമ്പത്തെ പോലെ അങ്ങനെ 1-2 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 1-2 ആഴ്ചകൾ നിലനിൽക്കുന്ന ഒരു യുദ്ധം കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയുന്ന രീതിയിലല്ല ഇസ്രായേലിൻ്റെ എതിരാളികൾ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ മാത്രമല്ല, ഹമാസിൻ്റെ ഒരു പരമോന്നത നേതാവിനെ ഇറാനിൽ വെച്ച് തന്നെ കൊലപ്പെടുത്തുക വഴി ഇറാൻ്റെ പരമാധികാരത്തെയും ഇറാൻ്റെ സുരക്ഷയും ഒക്കെ വെല്ലുവിളിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് വന്നാലും ഒരു തിരിച്ചടി കൊടുത്തേ മതിയാവുള്ളൂ. മാത്രമല്ല, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇറാനിലെ തന്നെ അവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് സുരക്ഷയില്ലാതെ ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരും. ഇറാനിൽ തന്നെ നിരവധിയായിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ അവിടുത്തെ ഗവൺമെൻറ് നേരിടുന്നുണ്ട്. ഇപ്പോൾ മൊസാദ് ഉൾപ്പെടെയുള്ള ഈ ഇസ്രായേലിൻ്റെ ചാര സംഘടനകൾക്ക് എങ്ങനെയാണ് ഇറാനിൽ കയറിപ്പറ്റാൻ കഴിയുന്നത്? ഇറാനിൽ അങ്ങനെ കയറിപ്പറ്റാതെ ഒരിക്കലും ഈ ഹമാസിൻ്റെ പരമോന്നത നേതാവിനെ കൊലപ്പെടുത്താൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ട് ഇറാനിൽ തന്നെ വിള്ളലുകൾ സംഭവിച്ചിരിക്കുന്നു. ഇറാനിൽ തന്നെ വലിയ നിലയിലുള്ള എതിർപ്പ് ഈ ഇറാനിലെ ഈ ഇപ്പോഴത്തെ നിലവിലുള്ള നേതൃത്വത്തിനെതിരായിട്ട്, അത് ആയത്തുള്ള ഖുമൈനി ഉൾപ്പെടെയുള്ള അവിടുത്തെ ഭരണ നേതൃത്വത്തിനെതിരായിട്ട് വലിയ വികാരം അവിടുത്തെ ജനങ്ങളിൽ ഉണ്ടാകുന്നു. അതവിടുത്തെ ഏറ്റവും വലിയ അവിടുത്തെ സുരക്ഷാ ഗ്രൂപ്പായിട്ടുള്ള റവല്യൂഷണറി ഗാർഡിൽ പോലും അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അവരെ സംബന്ധിച്ചിടത്തോളം അവർ സുരക്ഷയെ കൂടി ബാധിക്കുന്ന നിലയിലേക്ക് ഇത് പോയതുകൊണ്ട് ഇറാൻ ഒരു അഭിമാന പോരാട്ടമായിട്ടാണ് ഇതിനെ കാണുന്നത്. അപ്പം അതുകൊണ്ട് ഒരു യുദ്ധത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഇപ്പോൾ ഈജിപ്തും അതുപോലെ തന്നെ ഖത്തറുമൊക്കെ അമേരിക്ക നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സംയമനത്തിൻ്റെ പാത കൂടി സ്വീകരിക്കുന്ന രാജ്യമാണല്ലോ അമേരിക്ക. അപ്പോൾ ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ
അതുകൂടി മനസ്സിലാക്കിയിട്ട് അതിനുവേണ്ടി ചർച്ചകളും ആരംഭിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഏതായാലും മിഡിൽ ഈസ്റ്റിൽ ഇതത്ര നല്ല ഒരു ഫലമല്ല ഇങ്ങനെ ഒരു യുദ്ധം ഉണ്ടാവുന്നത്. പക്ഷെ യുദ്ധം ക്ഷണിച്ച് വരുത്തപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ എത്ര തന്നെ സംയമനം വേണ്ട എന്ന് വെച്ചാലും ചില ഘട്ടങ്ങളിൽ അത് സംഭവിച്ചു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ സാധ്യതയുള്ള ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. എത്രത്തോളം ചർച്ചകളുടെയും മറ്റും അത് പരിഹരിക്കാൻ കഴിയുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഏതായാലും ഒരു യുദ്ധ സമാനമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ സംയമനത്തിൻ്റെയും മറ്റും പാതയിലൂടെ ചർച്ചയിലൂടെ അതിന് ഒരു തൽക്കാലത്തേക്കെങ്കിലും അത് മാറ്റി വെക്കാനുള്ള ഒരു ശ്രമം നടക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം.